ശരി ജയസൂര്യൻ, അതിനുള്ള മറുപടി ഇങ്ങനെ ട്വീറ്റുകളൊക്കെ പിൻവലിക്കുന്നതിന് പിന്നിൽ ഈ അല്ലല്ല വോട്ട് ചോരിയെ കുറിച്ച് എന്തെങ്കിലും ഇന്ത്യയിൽ ആ വാ അടപ്പിക്കുന്നു എന്നാണ് സിബി ഇവിടെ പറയുന്നത്. അല്ല അങ്ങനെ വായടപ്പിക്കുമായിരുന്നുവെങ്കിൽ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, ഇപ്പോൾ നമ്മുടെ മലയാളം വാർത്ത എടുത്തു നോക്കൂ. മലയാളത്തിലെ ചാനലുകൾ, മലയാളത്തിലെ പത്രമാധ്യമങ്ങൾ, മലയാളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, അക്കൗണ്ടുകൾ ഏറ്റവും ഭൂരിപക്ഷവും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇദ്ദേഹം CSDന്റെ കോ ഡയറക്ടർ പിൻവലിച്ച് മാപ്പ് പറഞ്ഞപ്പോഴാണല്ലോ ഈ ചർച്ച ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. സത്യത്തിൽ അദ്ദേഹം അത് പറഞ്ഞാലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് തെളിയിച്ചു കൊടുത്തില്ലേ? അതായത് ഇരട്ട വോട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞപ്പോൾ അങ്ങനെ അയാൾ ഇരട്ട വോട്ട് ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കർണാടകത്തിലും UP-യിലും വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അതിനെ ഒന്നും പിന്നീട് കണ്ടതായിട്ടോ കേട്ടതായിട്ടോ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ ഹരി പറയുന്ന പോലെ ഒന്നും രാഹുൽ ഗാന്ധി ഒട്ട് പ്രതികരിച്ചിട്ടുമില്ല. അല്ല, ഞാൻ പറഞ്ഞതാണ് ശരി, എന്റെ കയ്യിൽ തെളിവുണ്ട്. രണ്ട് മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ 2 പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ പേരുകൾ ഉള്ളത് അത് പുതിയ കാര്യമൊന്നുമല്ല, അത് എല്ലായിടത്തും അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെ പല നേതാക്കളുടെയും പല പ്രമുഖ നേതാക്കളുടെയും പേരുകൾ അങ്ങനെ 2 മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു ആരോപണം എന്തായാലും ഉന്നയിക്കാൻ പറ്റുകയില്ല. ശരി ജയസൂര്യൻ. ആരോപണമല്ല, ഞാൻ അവിടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഈ 2 വോട്ട് ചെയ്തിട്ടില്ല, 2 വോട്ട് ചെയ്താലേ കള്ളയോട്ടാവുള്ളൂ, 1 വോട്ടേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മിണ്ടാട്ടമില്ല. അതുപോലെ തന്നെ 7 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു, 1 മണ്ഡലത്തിൽ മാത്രം BJP വിജയം അട്ടിമറിച്ചു എന്ന് പറഞ്ഞിടത്ത് സത്യാവസ്ഥ പുറത്തു വന്നപ്പോ എന്താ? 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു, 4 മണ്ഡലത്തിൽ BJP ജയിച്ചു. അത് കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ? അപ്പോ അതാരെങ്കിലും ആരോപിച്ചതാണോ? വ്യാജ പ്രചരണമാണോ? ഇതൊക്കെ പകൽ പോലെ വ്യക്തമല്ലേ? ആർക്കും കയറി നോക്കിയാൽ കാണാവുന്ന ഡാറ്റയല്ലേ? സത്യമല്ലേ? ഇതിന്റെയൊക്കെ കാര്യം പറഞ്ഞിട്ട് കർണാടകത്തിൽ രാജിവെച്ച മന്ത്രി BJP മന്ത്രി അല്ലല്ലോ, കോൺഗ്രസ് മന്ത്രിയല്ലേ രാജിവെച്ചു പോയത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം സത്യം പറഞ്ഞു, നമുക്കാണ് മണ്ടത്തരം പറ്റിയത്, കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാർ എവിടെയായിരുന്നു, നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കണമായിരുന്നു, ശുദ്ധീകരിക്കണമായിരുന്നു, അതൊന്നും ചെയ്യാതിരുന്നതിന്റെ കുറ്റം കോൺഗ്രസിന് തന്നെയാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ മന്ത്രിയെ കൊണ്ട് കോൺഗ്രസ് നേതൃത്വം രാജിവെപ്പിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഈ സത്യങ്ങൾ തുറന്നു പറയാൻ ഒരു മന്ത്രി മുന്നോട്ട് വരികയും രാജിവെക്കുകയും ചെയ്ത സ്ഥിതിക്ക് അതിനേക്കാൾ വലിയ തെളിവ് വേണോ? എന്റെ ചോദ്യം ഇതൊന്നുമല്ല. വാർത്തയോ അല്ലെ കോൺഗ്രസ് മന്ത്രി രാജിവെച്ചതോ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ആരോപണങ്ങളെയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി മറുപടി കൊടുത്ത് പൊളിച്ചടുക്കിയതോ ഒന്നുമല്ല എന്റെ ചോദ്യം. കോടതിയെ സമീപിക്കാൻ അല്ലെങ്കിൽ ഇലക്ഷൻ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഹരി ചോദിക്കുന്ന ചോദ്യം സ്വമേധയാ കേസെടുത്തുകൂടെ എന്നാണ്. സ്വമേധയാ കോടതികൾ കേസെടുക്കുന്നത് എപ്പോഴാണ്? കേസ് കൊടുക്കാനും പ്രതികരിക്കാനും ആളില്ലാതെ വരുമ്പോൾ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വമേധയാ കോടതി കേസെടുക്കും. ഇവിടെ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, ഇവിടെ കോൺഗ്രസ് ഉണ്ടല്ലോ, ഇവിടെ എത്രയോ 1000 പേര് പ്രതിഷേധിക്കുന്നുണ്ട്. ഈ പ്രതിഷേധിക്കുന്നതിൽ ഒരൊറ്റ ആൾ പോലും ഇപ്പൊ രാഹുൽ ഗാന്ധി ചെയ്യുന്നില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ കോടിക്കണക്കിന് ആൾക്കാരിൽ ഒരാളെങ്കിലും ഒന്ന് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ പോയിട്ട് ഇത് രേഖാമൂലം എഴുതി കൊടുക്കാൻ എന്താണ് മടിക്കുന്നത്? ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, ഇവിടെ സിബി സത്യൻ പറഞ്ഞത് ഒരു പുതിയ കാര്യമാണ്. കാരണം ഇങ്ങനെ ഈ വോട്ട് ചോരി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നടപടിയെടുത്ത് അവരുടെ വായടപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഗ്രൗണ്ട് ലെവൽ കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ CSDSന്റെ സഞ്ജയ് കുമാറിന് പോലും ഇങ്ങനെ തൻ്റെ ട്വീറ്റ് പിൻവലിക്കേണ്ടി വന്നത് എന്ന്. പക്ഷേ സഞ്ജയ് കുമാർ അത് ഡേറ്റ തെറ്റായതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അന്ന് ഞായറാഴ്ച പറഞ്ഞ കാര്യങ്ങളിൽ ആ ഡേറ്റ വിലയിരുത്തിയപ്പോൾ അതിൽ തെറ്റുപറ്റിയെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. വേണുഗോപാൽ, സഞ്ജയ് കുമാർ ഒരു മഞ്ജുഷേ, ഇദ്ദേഹത്തിന്റെ ഡേറ്റ ആണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചതല്ല, അദ്ദേഹത്തിന്റെ ഡേറ്റ അല്ല, ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റയാണ്. ഇദ്ദേഹത്തിന് എന്ത് പ്രത്യേക ഡേറ്റയാണുള്ളത്? ഇന്ത്യയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ സഞ്ജയ് കുമാറിന് എന്ത് ഡേറ്റയാണ് കയ്യിലുള്ളത്? സഞ്ജീവ് കുമാർ രാഹുൽ ഗാന്ധി അമിത് മാളവി പറയുന്നുണ്ടായിരുന്നു ഇതുവരെ സഞ്ജയ് കുമാർ ഇന്നായിരുന്നു, ഇപ്പോൾ കോൺഗ്രസിന്റെ കണ്ണിൽ സഞ്ജയ് കുമാർ ഔട്ടായി എന്ന്. അങ്ങനെ ഒരു ആരോപണമുണ്ട്. കാരണം ഇത് നമ്മൾ ഇത് ഏറ്റെടുക്കുമ്പോഴുള്ള പ്രശ്നമാണ് സിബി, അതിന്റെ ഏറ്റെടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്. സഞ്ജയ് കുമാറിനെ കോൺഗ്രസ് ഏറ്റെടുത്തിരുന്നു. മഞ്ജുഷ, അങ്ങനെ നമ്മൾ ആരും ഏറ്റെടുത്തിട്ടില്ല. കോൺഗ്രസ് സഞ്ജീവ് കുമാറിന്റെ ഡേറ്റ ഒരു കാലത്തും ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങളിത് പറഞ്ഞപ്പോൾ സഞ്ജീവ് കുമാർ ഈ ഡേറ്റയുമായി വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റകൾ വീണ്ടും വരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടു ആ സമയത്ത്.
One of the sources അല്ലേ? One of the sources വൺ ഓഫ് ദ സോഴ്സസ് എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. രണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വിഷയത്തിന്റെ ഡേറ്റ നേരത്തെ സിബി പറഞ്ഞതുപോലെ ഇതെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞെന്താണ്, മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഡേറ്റ തരാൻ പറഞ്ഞപ്പോൾ അതൊന്നുമില്ല, ഞങ്ങളുടെ ഇതായി ശ്രീ എം എസ് വേണുഗോപാൽ. ശരി വേണുഗോപാൽ, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോട്ടെ. 1975 ഇലക്ഷൻ ക്രമക്കേട് നടത്തി എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയെ അലഹാബാദ് ഹൈക്കോടതിയും പിന്നെ സുപ്രീം കോടതിയും ഇത് തെറ്റായിരുന്നു എന്ന് വ്യാഖ്യാനിച്ച് ആ ഇലക്ഷൻ റദ്ദാക്കിയപ്പോൾ നടന്ന സംഭവം എന്താണ്? ഇന്ത്യയിലെ മുഴുവൻ പേരുടെയും വാടച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇത് ഇന്ത്യയിൽ വരുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ്. ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം കാണും. ഇത് മാറ്റണ്ടേ എന്നുള്ളത് ആരാണ് ചിന്തിക്കേണ്ടത്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. ഞാൻ ഇലക്ഷൻ കമ്മീഷനായിരുന്ന TN ശേഷൻ്റെ കൂടെ 5 പ്രാവശ്യം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിസിറ്റിൽ സന്ദർശിച്ച ആളാണ്. അദ്ദേഹം പറയുന്നത് ഈ ഇലക്ഷൻ പ്രോസസ്സ് നന്നാവണമെങ്കിൽ ആദ്യം രാഷ്ട്രീയ പാർട്ടികൾ നന്നാവണം. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? ഇവിടെ ഭരണഘടനയെക്കുറിച്ച് കോൺഗ്രസ് പറയുന്നുണ്ട്, മറ്റു പാർട്ടികൾ പറയുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഭരണഘടന, പാർട്ടിയുടെ ഭരണഘടന ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. ഈ ഭരണഘടന പ്രകാരം ഇന്നർ പാർട്ടി ഡെമോക്രസി അവിടെ ഉണ്ടോ? ഇലക്ഷൻ നടത്തുന്നുണ്ടോ? അവിടുത്തെ പണം എങ്ങനെ വരുന്നു എന്ന് ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ടോ? ഇതൊക്കെ വരുമെന്ന് പറഞ്ഞതിനാണ് ഇലക്ഷൻ കമ്മീഷനെ അന്ന് TN ശേഷനെ ഇംപീച്ച് ചെയ്യാൻ പോയത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ബോഡിയാണ്. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, പക്ഷേ മാറ്റി പറയുന്നു എന്നുള്ളതാണ് കുഴപ്പം. ഇലക്ഷൻ കമ്മീഷൻ അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറികളെ സമീപിച്ചുകൊണ്ടാണ്, കാരണം 100 കോടി വോട്ടുള്ളതാണ്. ഇത്